ഇറ്റ് വാസ് റിമൂവ്ഡ് ഫോളോവിങ് എ കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് ബൈ വിവേക് ബാബു. അപ്പൊ നിനക്കെന്നെ പേടിയാണ് അല്ലേടാ? എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ, തൊന്തയില്ലാത്തവനെ, അങ്ങനെ തന്നെ നിന്നെയൊക്കെ പറയാം. എടാ നിനക്കൊക്കെ ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് ഇന്നൊന്നും പറയണ്ടെന്ന് ഓർത്തിരിക്കാം. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു, എന്റെ വ്ളോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ മിണ്ടായിരുന്ന പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവന്മാരുടെ എല്ലാം കേട്ടോണ്ട് എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെയൊക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊപ്പിക്കാരാ? പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ യൂട്യൂബ് ചാനൽ നീ റിപ്പോർട്ട് അടിച്ച്. എടാ ഒരു പെണ്ണ് അവള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ക്യാൻസർ രോഗം വന്നിട്ട് നിന്നോടൊന്ന് തെണ്ടാണ്. നീയൊക്കെ എന്നെ വിട്ടിട്ട് പല തന്തിക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? നീക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ നിനക്കെതിരെ ഒരെണ്ണം ഇട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. എടാ ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മര്യാദയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പം നീ അത് റിമൂവ് ചെയ്തേക്കുന്നു. അപ്പൊ നിനക്ക് പേടി തോന്നിയല്ലേ? ഞാൻ പെണ്ണാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. എടാ മോനെ വിവേക് ബാബു, എടാ പൊന്നു മോനെ മഞ്ഞത്തൊപ്പിക്കാരാ, വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലതും ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാമല്ലോ. ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാ മതി. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണോ? എനിക്കല്ലേ, ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്, എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നേ. എടാ ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുകൊണ്ട് പറഞ്ഞ നായ്ക്കെട്ട് കൊടുക്കും. നിതീഷ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന കൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതടാ, മനസ്സിലായോ? എടാ നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. പിന്നെ ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ ഐഡി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരില്ല കേട്ടോടി ഷെഫിനോ മറ്റവളെ. നീ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി. എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. അതുലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്കൊതുക്കവായ. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട ഇത്രയുള്ള ഒരു മത്തളിച്ച് നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂർ റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ?
നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന് എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ. ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേനും അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് മേടിക്കുന്ന മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്ന നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീട് എന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ, എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ. മനസ്സിലായോടി? നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടോടി ഷെഫീന ബീവി നാണക്കെട്ട മറ്റവളെ, കള്ളി മറ്റവളെ. കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരുമോടി. എടി എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? ഹലോ നമസ്കാരം. ഞാൻ പെട്ടെന്നൊരു വീഡിയോ അർജന്റായിട്ട് വന്നതാണ്. എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. കുറച്ച് 3 കീമോ കഴിഞ്ഞതിൻ്റെ അടുത്ത കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. CT സ്കാൻ എടുത്ത് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർണായക ഘട്ടം തന്നെയാണ് നമ്മൾ 3 കീമോ കഴിഞ്ഞത്. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനിപ്പം വന്നത് ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ആദ്യം വീഡിയോ കാണിക്കും. ഈ വിവി വേൾഡ് എന്നാണ് അവൻ്റെ പേര്. അവനെ തന്നെ പറയാം. ഇവനൊക്കെ എന്നെ അവനെന്ന് ഇവിടുന്ന് വിളിക്കാൻ ഇവനെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലതും ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഒരു മകന്റെ പ്രായമുള്ള എടാ നാണം കെട്ടവനെ, എടാ വിവിവേടെ, ഇത് ചോദിച്ച ആങ്കറിനെ നീ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്, ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ നീ അടിച്ച് പൊട്ടിക്കാൻ വരുന്നത്. എടാ നാണം കെട്ടവനെ, എടാ ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയത്തില്ലേ? നിന്റെ കൂട്ടുകാരനില്ലേ അതുല, അവന്റെ ചെവിക്കലാണ് നീ ആദ്യം വീട്ടിൽ ചെന്ന് അടിച്ച് പൊട്ടിക്കേണ്ടത്. മനസ്സിലായോ? ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാലോ. നോക്കടാ, അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇത് ഉണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണോ? എനിക്കല്ലേ, ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇത് ഉണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ, ഈ നാണമില്ലാത്ത നാശം പിടിച്ച നാശം കെട്ടവൻ ഇങ്ങനെ തന്നെ ഇവനെ പറയാം. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ എന്നെ എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഈ നാണമില്ലാത്ത നായിന്റെ അങ്ങനെ തന്നെ പറയും. ഇവന് നാണമുണ്ടോ ഇങ്ങനെ എന്നെ ഈ ക്യാൻസർ ആയിട്ട് എന്നെ ഇവൻ വെറുതെ വിടുന്നത്? അടുത്തത് ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ ഈ കണ്ണും കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്തിൽ ഇങ്ങനെ പറയാം? വേറെ ഒരുത്തിയുണ്ട്, അവളെ ഞാൻ പിന്നെ വെറുതെ വിട്ട്. അവൾക്ക് പത്തിയുടെ വാല് 12 കൊല്ലലിട്ടാലും അത് ഒരിക്കലും അത് നേരെയാകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്. അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ എനിക്കിപ്പം ഈ ചികിത്സയ്ക്ക് എനിക്ക് 2-2.5 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് വരുന്ന ഇന്റർവ്യൂസും എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ടും ഞാൻ ചെയ്യും. നീ അല്ല പൈസ തരുന്നത്. ഞാനിവിടെ കിടക്കി എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് വരുന്നത് ഇവര്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പുറകെയാണ് അവർ 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്. മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുലെന്ന് പറഞ്ഞ
നായ്ക്കിട്ട് കൊടുക്കും. വിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതേടാ, മനസ്സിലായോ? എടാ നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവർ നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. കള്ളത്തരം നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ്. നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട് കേട്ടല്ലോ. കൂടുതൽ എൻ്റെ അടുത്ത് ചൊറിയാൻ വരരുത്, നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്നാടാ ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരെയാടാ വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പിന്നെ വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീയൊക്കെ ഉണ്ടാക്കി കാശ് കൊണ്ടല്ലേടാ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന്റെ പറയുന്നില്ല, നിന്നോട് തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ നായിന്റെ മോനെ, എടാ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഞാൻ അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് വ്ലോഗ് ഉണ്ടാക്കണ്ട. നീ കാറ് മേടിച്ചില്ല എന്നെ വിറ്റിട്ട്, നാണം കെട്ടവനെ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണ് വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ മറ്റവനെ. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായ. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തലച്ചി. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂര് റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞ്. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. നിന്നോടൊക്കെ ഞാൻ എരുന്നോടാ? നീയൊക്കെ എന്നെ വിറ്റ് കുറെ കാശുണ്ട്. നാണമുള്ളവനാണെങ്കിൽ നിന്നോട് ഞാൻ ഏറുന്നോ പൈസ? ഏറുന്നോടാ? ഇല്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനോട് വരുന്നില്ലല്ലോ. നിന്നെയൊക്കെ തെറി നായിന്റെ മോനെ നല്ല വിളിക്കേണ്ടത്. വളർത്തിയതിന്റെ ഗുണമാണ്. നിനക്കൊക്കെ എന്തു എന്നെ വിളിക്കാം. മറ്റേ മോളെ മറിച്ച മോളെ ശരീരം വിൽക്കുന്നവളെ മറ്റേ കളിക്കാരി ഇതൊക്കെയല്ലേ നീ മറ്റേ മോളെ മറിച്ച മോളെ. ഇപ്പോഴും നീയൊക്കെ എന്നെ ഇങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. വൃത്തികെട്ട പന്ന. അങ്ങനെ തന്നെ നീയൊക്കെ കൊണ്ടാക്കുകൊണ്ട് വൃത്തികെട്ട നാശങ്ങള്. ഇപ്പോഴും അവൻ വളർത്തുമകൻ എന്തുവാ ഗർഭിണിയാക്കിയത് നീ തന്നെ തമ്പിലിൽ കൊടുത്തിട്ട് അതിന് മാത്രം ആർക്കും കുറ്റമില്ല. ഞാനത് കേട്ടതിനും അതിന് ഉത്തരം പറഞ്ഞതിനുമാണ് കുഴപ്പം. എടാ എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കും അതിനകത്ത്. രേണുസുതി ഇങ്ങനെ നടന്നപ്പം ആൽബം ചെയ്തപ്പോ അതിന് തെറ്റ്. ഞാൻ യൂട്യൂബ് ചാനൽ ക്യാൻസർ വന്ന് പോട്ടെ, മനുഷ്യനല്ലേ. ക്യാൻസർ വരാം, ക്ഷയം വരാം, കുഷ്ഠം വരാം. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പം ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പം എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത സ്ഥലം മേടിക്കാത്തതൊക്കെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും. മനസ്സിലായോ? ഇപ്പം എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എൻ്റെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നുണ്ട് വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എൻ്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എൻ്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ. എനിക്ക് ഇതിനകത്തുള്ള നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ് കിട്ടി എനിക്ക് എല്ലാം ഞാൻ പൂമാല പോലെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച് നിനക്കൊക്കെ നാണമില്ല. എൻ്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്ന നാണം കെട്ട വർഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ, മാറ്റിപ്പിടിക്കടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് നീയൊക്കെ മറ്റേ അവിടെ പേരിനെ ഷെഫീന ബീവി കള്ളി മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ ഐഡി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ
കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോടി ഷെഫിനോ മറ്റവളെ. നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി. ആ ബന്ധവും ഞാനങ്ങ് നിർത്തി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ കൊച്ചിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എന്തിന്റെ പേരിലാണെങ്കിലും. പിന്നെ നീ അവരെ പിടിച്ചു വെച്ചിട്ട് കുരു പൊട്ടുന്ന ഒരു പൊട്ടട്ടെ എന്ന് പറഞ്ഞ ഫോട്ടോ ഇട്ട എനിക്കും എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതാണ്. നീ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത്, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ സുധീല എൻ്റെ വീട് തന്നെ, എൻ്റെ കൊച്ചിന്റെ വീട് എൻ്റെ വീട് തന്നെയാ, മനസ്സിലായോടി. നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോടി ഷെഫീന ബീവി നാണക്കെട്ട മറ്റവളെ, കള്ളി മറ്റവളെ. കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരുമടി. എടി എനിക്ക് ക്യാൻസർ ആണ്, എൻ്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം. എടി നല്ല ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടടി, നല്ല ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്, അത് മതി. എടി നിന്നോടൊക്കെ ഞാൻ ചോദിക്കുന്നില്ല, ഒരുത്തിയോട് ഞാൻ കടം ചോദിക്കുന്നില്ല. ഈ നെഗറ്റീവ് ഇടുന്ന മറ്റോളമാർ ആരാന്നാ വിചാരം ഇവളൊക്കെ? എനിക്കൊരു കോപ്പുമില്ല. എന്നെ സ്നേഹിക്കാൻ എൻ്റെ വീട്ടുകാരും നല്ല 4 പേരും ഉണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട്, ക്യാൻസർ ഒന്നും എനിക്ക് ഒന്നുമല്ല, ഞാൻ മുന്നോട്ട് തന്നെ വരും, മനസ്സിലായോ? ഇനിയിപ്പോൾ സിനിമയും ഇതും ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ എന്ത് അന്തസ്സായിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് ജീവിക്കും. എനിക്ക് ബിസിനസ്സിന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ, ഞാൻ അന്തസ്സായിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും, മനസ്സിലായോ? ഞാൻ ഇവിടെ ഒരുത്തനെയും ഒരു പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ കുറെ അനുഭവിച്ചു. അതുപോലെ എൻ്റെ കെട്ടിയോനും പണ്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. എന്നെ കൊണ്ട് ഇതൊന്നും പുറത്ത് പിടിപ്പിക്കരുത്, മനസ്സിലായോ? നീ കുറെ എടുത്ത് താങ്ങിക്കോ, നീയും നിന്റെ അതിലും. പിന്നെ അവനെ കൂട്ടുപിടിക്കാൻ കുറെ ബീവി കേട്ടിരുന്നോടാ കുഴപ്പമില്ല. നീ നാണം ഉണ്ടെങ്കിൽ നീ ചെന്ന് അടിക്കടാ അവന്റെ കുറ്റിക്കെട്ട്. ഇതുണ്ടാക്കി അവനിട്ട്, നിന്റെ കൂട്ടുകാരനിട്ട് തൊപ്പിയും വെച്ചോണ്ട് എന്നെ ആ ആങ്കറിനെ ആ കൊച്ചിനെ അല്ല പറയേണ്ടത്. അപ്പം ഇത് ഉണ്ടാക്കിയവന് കുഴപ്പമില്ല, ചോദിച്ചവർക്കും കേട്ടിരുന്ന എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമാടാ പറഞ്ഞത്. ഞാൻ കുറെ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഇനി രേണുസുതി പാവമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പാവാകേണ്ട കാര്യമില്ല, മനസ്സിലായി? ഇനി കീമോ കഴിഞ്ഞാൽ ഞാൻ ഒരു 10-12 ദിവസത്തിന് കിടക്കും, അതെനിക്ക് ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ പൂർവാധിക ശക്തിയോടെ ഞാൻ എഴുന്നേക്കും. കാരണം എൻ്റെ കൂടെ സത്യം, ദൈവം എൻ്റെ കൂടെയാണ്, മനസ്സിലായി? ഇനി നിന്നെയൊക്കെ വെറുതെ വിടുന്നില്ല. എനിക്കെതിരെ വരുന്ന ഒരുത്തനെ ഞാൻ വെറുതെ വിടുന്നില്ല. ഇതിനപ്പുറം ഞാൻ പറയും, ഞാൻ ഒതുങ്ങത്തില്ല. കാരണം എന്നെ സ്നേഹിക്കുന്നത് നീയൊക്കെ എന്നെ ഓർത്ത, നിന്റെയൊക്കെ വ്ളോഗിന്റെ അടി കുറെ കമന്റ്സ് വരും എനിക്കെതിരെ. എടാ 95% ആൾക്കാരും നല്ല ആൾക്കാരാണ്. അവർക്ക് നിന്നെയൊക്കെ പോലെ സംസ്കാരമില്ലാതെ നിന്റെയൊക്കെ ഫേക്ക് അക്കൗണ്ട് തന്നെയാണ് ഈ കമന്റ് ഇടുന്നത്. ഈ സംസ്കാരം ഇല്ലാത്തവരെ പോലെ അവർ കമന്റ് ഇടത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി. എടാ ഞാൻ തിരിച്ചു വരും. നീയൊക്കെ എന്നെ പറ്റി ഓർത്തത്. ഈ മുടിയില്ലേ, ഈ മുടി ഇങ്ങനെ തന്നെ. ഞാൻ ഇന്ന് ഒരുങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല. നീയൊക്കെ എന്നെ പെട്ടി വെച്ച് അടങ്ങത്തോളെന്ന് പറഞ്ഞ് കുറെ ഇടാ വിവി വേൾഡ് ഇടാ നാണമില്ലാത്ത വേറെ ഒരുത്തനെ ഞാൻ കണ്ട. അവനെ പിന്നെ അൽത്തോപ്പോ ആ നാശത്തിനെ ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിറ്റടാ, ഉണ്ടാക്കടാ, കാശുണ്ടാക്കടാ. അതേ ഒരുത്ത കാറ് മേടിച്ചിരുന്നു സുധിയെ വിറ്റിട്ട്. ഇല്ലെന്നിരിക്കെ പറയാവടാ അതുലെ. അപ്പം എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയുന്നത് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറയിപ്പിച്ചതാണ്. ഇതിന്റെ പേരിൽ എന്ത് നെഗറ്റീവ് വന്നാലും എനിക്ക് കോപ്പാണ്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെന്നെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സോ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.